ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് പ്രോ റിവ്യൂസ്. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ S24 Ultra ആണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഒരു ഫോണിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ നോക്കാം. ഇതാണ് നമ്മുടെ S24 Ultra'യുടെ ഏറ്റവും പുതിയ മോഡൽ വന്നിരിക്കുന്നത്. ഇതിന്റെ സ്ക്രീനിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.8 ഇഞ്ചിന്റെ GHD+ സ്ക്രീനാണ് വന്നിരിക്കുന്നത്. 2600 നിറ്റ്സിന്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഉള്ളത്. അതായത് നമ്മൾ നല്ല സൂര്യപ്രകാശം നിന്നാൽ പോലും ഗ്ലെയർ ഒന്നും കാര്യമായിട്ട് അടിക്കാതെ നമുക്ക് കൃത്യമായിട്ട് സ്ക്രീൻ കാണാൻ പറ്റുന്നത് പോലെയാണ് ഇതിന്റെ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. ഇനി പുറത്ത് ബോഡിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റാനിയം ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ വരുമ്പോഴത്തേക്ക് ഫ്രണ്ടിലും ബാക്കിലും കോർണറിംഗ് ഗൊറില്ല വന്നിട്ടുണ്ട്. ഇതിനകത്ത് IP68ന്റെ വാട്ടർ പ്രൂഫിങ്ങും ഡസ്റ്റ് പ്രൂഫിങ്ങും ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ബോക്സ് തുറക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണും ഇതിന്റെ ഒരു ചാർജിങ് കേബിളും മാത്രമാണ് കിട്ടുന്നത്. നമുക്ക് S24 Ultra'യുടെ കൂടെയാണ് പെന്ന് വരുന്നത്. S24ലും S24 Plusലും എസ് പെന്ന് വരുന്നില്ല. അത് നമുക്ക് സെപ്പറേറ്റ്ലി ആക്സസറി ആയിട്ട് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോണിന്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ചില്ലറ സാധനമൊന്നുമല്ല. ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ ഓൺ ആകുകയും നമുക്ക് ഫോട്ടോ എടുക്കുകയും അതുപോലെ തന്നെ സൂമിൻ ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, ക്യാമറ സ്വിച്ച് ചെയ്യാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന AI ഫീച്ചറാണ്. AI ഫീച്ചർ എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് സർക്കിളിറ്റ് ഫൈൻഡ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അതായത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്തു, എന്നിട്ട് ഹോം ബട്ടണിൽ ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ കാർ ഞാനൊന്ന് സർക്കിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ കാറിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് എടുത്തു തരും. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്ത് സാധനം ചെയ്താണെങ്കിലും വെബ്സൈറ്റിൽ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഇതെടുത്ത് തരും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലൈവ് ട്രാൻസ്ലേറ്റ് ആണ്. അതായത് ഞാൻ ഒരാളെ ഫോൺ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളമില്ല, ഇപ്പോൾ 9 ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ലാംഗ്വേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദിയാണുള്ളത്. ഞാനിപ്പം ഹിന്ദിയിൽ സംസാരിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ വളരെ കൃത്യമായിട്ട് ഇത് ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അല്ലാണ്ട് നമുക്ക് മറ്റൊരു ഫീച്ചറും കൂടെ ഉള്ളത്, ഇവിടെ ഇൻ്റർപ്രറ്റർ ഉണ്ട്. ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏതൊക്കെ ലാംഗ്വേജ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനിവിടെ സംസാരിക്കുകയാണ്. ഹലോ, ഹൗ ആർ യു? ലൈവായിട്ട് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു. എനിക്കിവിടെ അത് പ്രൊണൗൺസിയേഷനിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട് അവർ. അത് രണ്ടാമത്തെ ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നമ്മൾ SMS ഒക്കെ അയക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും മെസ്സേജ് ആപ്പ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾക്ക്, ഞാൻ ഇവിടെ ഇപ്പോൾ സ്പെല്ലിങ് ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. ഞാനിവിടെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹലോ, ഹൗ ആർ യു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവിടെ കാണിച്ചു തരും. ജസ്റ്റ് എനിക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാനിവിടെ ചാറ്റ് ട്രാൻസ്ലേഷൻ കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഏത് ലാംഗ്വേജിലോട്ട് വേണമെന്നുള്ളത് അതിനകത്ത് കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ലൈവായിട്ട് അന്നേരം ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, എനിക്ക് റൈറ്റിംഗ് സ്റ്റൈൽ എങ്ങനെ വേണമെന്നുള്ളത് കൊടുക്കാം. വളരെ പ്രൊഫഷണലായിട്ട് കൊടുക്കണോ, അതോ കാഷ്വലായിട്ട് ചോദിക്കണോ, സോഷ്യലായിട്ട് ചോദിക്കണോ, ഏത് രീതിയിൽ വേണമെന്നുള്ളത് എനിക്ക് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ആ ഒരു സ്റ്റൈലിൽ ഇത് കൊടുക്കുകയും ചെയ്യും. നമ്മൾ ടെക്സ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേണ്ടുന്നുള്ള ഹെൽപ്പുകളെല്ലാം ഇതിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നോട്ട് അസിസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ഫീച്ചറുണ്ട്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഏതെങ്കിലും ഒരു നോട്ടിനകത്ത് എടുക്കുകയാണ്. ഈ ഒരു നോട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് AI ഫീച്ചർ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സമ്മറൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഹെഡിങ് വെച്ചിട്ട് പോയിന്റ് ആയിട്ട് കൃത്യമായിട്ട് എനിക്ക് കാണിച്ചു തരും എന്തൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട പോയിന്റ്സ് എന്നുള്ളതൊക്കെ. സ്പെല്ലിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോ ഫോർമാറ്റിംഗ് ഉണ്ട്. ഹെഡേഴ്സ് ആൻഡ് ബുള്ളറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോ ഹെഡിങ് വൈസായിട്ട്
തന്നിട്ട് അത് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ജനറേറ്റ് ചെയ്ത് തരും. കണ്ടില്ലേ, ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഇത് കൃത്യമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ആ രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് അസിസ്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി അതിനേക്കാളും രസകരമായിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫോട്ടോ അസിസ്റ്റ് ആണ്. ഞാനൊരു ഗാലറിയിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ഞാനൊന്ന് സെലക്ട് ചെയ്യുകയാണ്. സോ ഞാനിവിടെ ഒരു ഫോട്ടോ എടുത്തു. ഇത് എഡിറ്റ് ഓപ്ഷൻ എടുക്കുകയാണ്. ഇവിടെ എഐയുടെ ഓപ്ഷൻ എടുത്തു. എന്നിട്ട് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. ആ ഒരു ആളിനെ എനിക്ക് ഞാൻ നേരെ ഇതിൻ്റെ മേളിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് ജനറേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വളരെ നീറ്റായിട്ട് ക്ലിയർ ചെയ്തിട്ട് ഇദ്ദേഹത്തിനെ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചു. പ്രത്യേകിച്ച് വേറെ ഒരു എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒരു സമയം എടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ട് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചതേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഫോട്ടോയിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇതിനകത്തുണ്ട്. ഇനി ഇതിൻ്റെ വേറൊരു AI ഫീച്ചർ എന്ന് പറയുന്നത്, ഞാൻ സാംസങ്ങിൻ്റെ ബ്രൗസർ എടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമ്മൾ എടുത്തിട്ട് ഇതിനകത്തിപ്പോൾ ഇങ്ങനെ ഒരു കണ്ടന്റ് നോക്കുകയാണ്. ഇതിൽ ഞാൻ AI ഓപ്ഷൻ എടുത്തിട്ട് ഒരു സമ്മറൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇത്രയും വലിയൊരു ഡോക്യുമെൻറ്റിനെ ചുരുക്കി അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമായിട്ട് എനിക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് തരും. സോ എനിക്കത് മുഴുവൻ വായിച്ച് സമയം കളയണ്ട. ഇനി എനിക്ക് ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ഭാഷയിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരികയും ചെയ്യും ലൈവായിട്ട്. സോ എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇത് വായിക്കാനും പറ്റും. അങ്ങനെയുള്ളൊരു ഫീച്ചറും കൂടെ ഇതിനകത്ത് അഡീഷണലായിട്ട് സാംസങ് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. ഇതിനകത്ത് 200 മെഗാ പിക്സലിൻ്റെ ഇംപ്രൂവ്ഡ് ക്യാമറയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഇംപ്രൂവ്ഡ് കളർ ടൂണും അതുപോലെ തന്നെ നോയ്സുകളൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു 1.6 ലാർജർ പിക്സൽസ് ഉള്ള ഒരു ക്യാമറയാണ് വരുന്നത്. ഈ ഒരു ക്യാമറ സെറ്റപ്പിനകത്ത് ഇമേജ് സ്റ്റെബിലൈസേഷനും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 200ൻ്റെ വൈഡ് ആംഗിൾ ആണ് വരുന്നത്. അതിനകത്ത് 2x ഒപ്റ്റിക്കൽ സൂമിങ് വരുന്നുണ്ട്. അതിൻ്റെ ശേഷം 50 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയുണ്ട്. അതിനകത്ത് 5x ഒപ്റ്റിക്കൽ സൂമിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പഴയ 10x ഒപ്റ്റിക്കൽ സൂമിംഗ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് 10x ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ 10x ഒപ്റ്റിക്കൽ സൂമിങ്ങിൻ്റെ അത്രയും തന്നെ ക്വാളിറ്റിയിൽ ഇതിൻ്റെ ഡിജിറ്റൽ സൂമിങ് എടുത്ത് തരും എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഒരു 10 മെഗാ പിക്സലിൻ്റെ ക്യാമറയും അതിനകത്ത് 3x ആണ് ഒപ്റ്റിക്കൽ സൂമിങ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറയിലും ഒരു AI കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ക്യാമറ എടുത്തിട്ട് HDR ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് തന്നെ നമുക്ക് AI യൂസ് ചെയ്ത് HDRൽ നമുക്ക് എങ്ങനെയാണോ കാണുന്നത് എന്നുള്ളത് ഇതിനകത്ത് കാണിച്ചു തരും. സാധാരണ നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷമാണ് HDRൻ്റെ എഫക്റ്റ് വന്ന് കാണുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഫോണിനകത്ത് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇംപ്രൂവ്ഡ് വേപ്പർ ചേമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂളിംഗ് ഫംഗ്ഷനൊക്കെ കുറച്ചും കൂടെ സ്മാർട്ടായിട്ടായിരിക്കും ഇതിനകത്ത് നടക്കുന്നത്. അത് മാത്രമല്ല ഹൈപ്പർ റിയലിസ്റ്റിക് ഗെയിം പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് റിയൽ ടൈമായിട്ട് അതിൻ്റെ ഷാഡോയും റിഫ്ലക്ഷനും ഒക്കെ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് കാണിച്ചു തരും. 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വന്നിരിക്കുന്നത്. അതിൽ 30 മണിക്കൂറിൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. 95 മണിക്കൂർ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 256 GB വരുന്ന പ്രൈസ് 1.29 lakh ആണ്. 512 GB ആണെന്നെങ്കിൽ 1.39 lakhും അതുപോലെ തന്നെ 1 TB വരികയാണെന്നുണ്ടെങ്കിൽ 1.59 lakhുമാണ് വരുന്നത്. ഇപ്പോൾ അതായത് ജനുവരി 31 മുമ്പ് ലോഞ്ച് ചെയ്ത ഈ ഒരു സമയത്ത് ലോഞ്ച് ഓഫറായിട്ട് നമ്മൾ 256 GB ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 512 GB ഫോൺ തന്നെയാണ് നമ്മൾ കിട്ടുന്നത്. അത് മാത്രമല്ല വേറെ കുറേ ഓപ്ഷൻസ് കൂടി ഇതിനകത്ത് ഉണ്ട്. അതായത് എക്സ്ചേഞ്ച് ബോണസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ബെനിഫിറ്റുകളെല്ലാം വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 50,000 രൂപീസിനൊക്കെ നമുക്കിത് വാങ്ങിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അത് സാംസങ്ങിൻ്റെ ഫോണൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫറുകൾ ഈ ഒരു ഫോണിന് ഈ സമയത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് S24 Plus ആണ്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈസ് എത്രത്തോളം വ്യത്യാസമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. S24 Plusൽ എഡ്ജസ് വരുന്നത് കുറച്ചുകൂടെ റൗണ്ടായിട്ടാണ്. ഇതിൽ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ആണ് വരുന്നത്. സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് കുറച്ചുകൂടെ ഷാർപ്പാണ് ഇതിൻ്റെ സൈഡ് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു റൗണ്ട് ചെയ്ത് ഒരു ഷേപ്പിലാണ് വരുന്നത്. കണ്ടോ, രണ്ട് ഫോണും കൂടി ഇങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിന് ഡ്യുവൽ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്.
താഴെയായിട്ടാണ് നമ്മൾ സിം കാർഡിൻ്റെ സ്ലോട്ട് ഇടുന്നത്. എസ് പെന്നുള്ള സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഫുൾ ക്ലീൻ ആണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് മാറ്റ് ഫിനിഷാണ് ഇവിടെ വരുന്നത്. ഈ ഒരു സൈഡിൽ നമുക്ക് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം ബട്ടണും വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് നല്ലോണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിറ്റ് കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ തവണത്തെ പോലെ തന്നെ ഇത്തവണയും നമ്മൾ തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള സാംസങ് സ്മാർട്ട് ഫോൺ കഫേയിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമുക്ക് S24 അൾട്രയുടെ മോഡലുള്ളത്. ഇവിടെ S24 അൾട്ര മാത്രമല്ല S24 പ്ലസും അതുപോലെ തന്നെ S24ഉം എല്ലാം ലൈവ് ഡെമോ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് ഫോൺ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ഫോണുകളും ഇവിടെ അവൈലബിൾ ആണ്. C Fold 5ഉം അതുപോലെ തന്നെ C Flip 5ഉം അങ്ങനെയുള്ള ഫോണുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. S23 അൾട്ര മുതലുള്ള ഫോണുകളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും സൈനിങ് ഓഫ്. ഗുഡ് ബൈ.